ഹായ് മക്കളെ, ക്രിസ്മസ് എക്സാമിനേഷൻ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് എക്സാമിനേഷൻ എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം ഞാനിപ്പോൾ ചോദിക്കുന്നില്ല. കാരണം എക്സാമിനേഷൻ ഇപ്പോൾ ടഫായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ +2 ഫിസിക്സ് എക്സാമിനേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, 20 മാർക്കിനാണ് അവരൊരു ഡെറിവേഷൻ ചോദിച്ചത്. ഈ ഡെറിവേഷൻ മുഴുവൻ നിങ്ങൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾക്ക് ഈ മാർക്ക് നിങ്ങളുടെ കയ്യിൽ സേഫാണ്. കാരണം മറ്റൊന്നുമല്ല, ഡെറിവേഷൻ നമ്മളെ കുഴപ്പിക്കുന്ന രീതിയിൽ ചോദിക്കത്തില്ല. ഡയറക്റ്റ് ഹിറ്റ് ആയിരിക്കും, നേരെ പോകും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ഡെറിവേഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പായും ഏതെങ്കിലും ഒരു ഡെറിവേഷൻ പഠിക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ ആ ഡെറിവേഷൻ പഠിച്ചിട്ട് മാത്രമേ എക്സാം കയറാൻ പാടുള്ളൂ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 10 ഡെറിവേഷൻ. നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിൽ തുടങ്ങാം. യൂണിറ്റ് ഓഫ് മെഷർമെൻ്റ് ആണ്. നമുക്കറിയാം അതിനകത്ത് ഡെറിവേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ വന്നു കഴിഞ്ഞാൽ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഡെറിവേഷൻ ഞാൻ പറയുന്നത് നമ്മുടെ പൊസിഷൻ ടൈം റിലേഷൻ VT ഗ്രാഫിൽ നിന്നും ഡിറൈവ് ചെയ്യാനാണ് ചോദിക്കുന്നത്. എല്ലാവരും പഠിക്കേണ്ടതാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷനാണ് നമ്മുടെ പൊസിഷൻ ടൈം റിലേഷൻ ഫ്രം VT ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററോട് വരികയാണെങ്കിൽ നമ്മുടെ മോഷനിൻ്റെ പ്ലെയിൻ ആണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ആ ചാപ്റ്ററിനകത്ത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട് പോകുന്ന ഡെറിവേഷൻ എന്ന് പറയുന്നത് പ്രൊജക്റ്റൈൽ മോഷൻ്റെ ഡെറിവേഷൻസ് ആണ്. നമുക്കറിയാം 3 ഡെറിവേഷൻസ് ഉണ്ട്. അത് ഒറ്റ ഡെറിവേഷൻ്റെ കണത്തിലാണ് ഞാൻ പെടുത്തിയിരിക്കുന്നത്. ടൈം ഓഫ് ഫ്ലൈറ്റ്, റേഞ്ച്, അതേപോലെ തന്നെ മാക്സിമം ഹൈറ്റ്. ഈ 3 ഡെറിവേഷൻ നിങ്ങൾ നോക്കിയിട്ട് പോവുക. അപ്പോൾ പ്രൊജക്റ്റൈൽ മോഷൻ ആ ഒരൊറ്റ ഡെറിവേഷനായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഡെറിവേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററോട് വരികയാണെങ്കിൽ നമ്മളുടെ ലോസ് ഓഫ് മോഷനാണ് ചാപ്റ്ററിൻ്റെ പേര്. ഈ ചാപ്റ്ററിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകേണ്ട 2 ഡെറിവേഷൻ ഉണ്ട്. ഒന്നാമത് സർക്കുലർ റോഡിലൂടെ ഒരു കാറിന് പോകാൻ പറ്റുന്ന മാക്സിമം വെലോസിറ്റിയും, അതേപോലെ തന്നെ രണ്ടാമത്തെ ഡെറിവേഷൻ ബാങ്കിങ് ഓഫ് റോഡുമാണ്. ദെൻ അതിനുശേഷം വരുന്ന അടുത്ത ചാപ്റ്ററാണ് നമ്മുടെ വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ചാപ്റ്റർ. വർക്ക് എനർജി ആൻഡ് പവറിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട് പോകുന്ന ഡെറിവേഷൻ എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. നമുക്കറിയാം ഒരു ബോഡീനെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇടാൻ നേരത്ത് എല്ലാ പോയിന്റിലും അതിൻ്റെ ടോട്ടൽ എനർജി എപ്പോഴും കൺസർവ് ചെയ്യും. ആ ഒരു ഡെറിവേഷൻ മക്കളെ നിങ്ങൾ നോക്കിയിട്ട് പോകുക. അവിടുന്ന് പ്രോബ്ലം ചോദിക്കാനും സാധ്യതയുണ്ട്. അതിനുശേഷം വരുന്ന അടുത്ത ചാപ്റ്ററാണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ ഒറ്റ ഡെറിവേഷൻ മാത്രമേ ഉള്ളൂ. അത് തന്നെ എപ്പോഴും ചോദിക്കുന്നുണ്ട്. ഏത് എക്സാമിനേഷൻ എടുത്താലും, ക്രിസ്മസ് ആയിക്കോട്ടെ, അതെങ്കിൽ ഇംപ്രൂവ്മെൻ്റ് ആയിക്കോട്ടെ, ഫൈനൽ എക്സാം ആയിക്കോട്ടെ, ഏത് എക്സാമിനേഷനും നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് റിലേഷൻ കണക്കിംഗ് ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെൻറ്റം. ടോർക്കും ആംഗുലാർ മൊമെൻറ്റും തമ്മിൽ ഡെറിവേഷൻ ടോ DL/dt എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന ഡെറിവേഷൻ നിങ്ങൾ എല്ലാവരും നോക്കിയിട്ട് പോകാം. ശേഷം ഒന്നാമത്തെ ടെക്സ്റ്റ് ബുക്കിലെ അവസാനത്തെ ചാപ്റ്ററായ ഗ്രാവിറ്റേഷൻ ആണ്. ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ട 2 ഡെറിവേഷൻ നിങ്ങളോട് പറയുകയാണ്. ഒന്നാമത്തത് എസ്കേപ്പ് വെലോസിറ്റി ആണ്, രണ്ടാമത്തെ ഓർബിറ്റ് വെലോസിറ്റി ആണ്. പിന്നെ നമുക്കറിയാം ഡെപ്ത് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോകാൻ. ഞാൻ 10 ഡെറിവേഷൻ ഇമ്പോർട്ടൻറ്റ് 10 ഡെറിവേഷൻ മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി ഡെറിവേഷൻ നിങ്ങൾ പഠിക്കണം കേട്ടോ മക്കളെ. ഓക്കെ, അതിനുശേഷം നമ്മൾ അടുത്ത ചാപ്റ്ററോട് വരികയാണ്. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആണ്. അവിടെ വലിയ ഡെറിവേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ദെൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും കൊലകൊമ്പൻ ചാപ്റ്ററായ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ്. ഈ ഫ്ലൂയിഡ്സിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട് പോകേണ്ട 2 ഡെറിവേഷനാണുള്ളത്. ഒന്നാമത്തത് നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന സുപരിചിതനായ ബെർണോളിയസ് പ്രിൻസിപ്പിൾ തന്നെയാണ്. രണ്ടാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കാപ്പിലറി റേസ് എന്ന് പറയുന്ന ആ ഒരു ഡെറിവേഷൻ. ആ 2 ഡെറിവേഷനാണ് ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട് പോകേണ്ടത്. അതിനുശേഷം വരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററും അതേപോലെ തെർമോഡൈനാമിക്സ് ഒക്കെയാണ്. അതിനകത്തൊന്നും വലിയ ഡെറിവേഷനോ കാര്യങ്ങളൊന്നും അങ്ങനെ ചോദിക്കത്തില്ല. മേ ബി വേണമെങ്കിൽ നമുക്ക് ആ ലെങ്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ലെങ്ത്, ലീനിയർ എക്സ്പാൻഷൻ, വോളിയം എക്സ്പാൻഷനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഡെറിവേഷൻ വേണമെങ്കിൽ നിങ്ങളോട് എന്ത് ചെയ്യാം, ചോദിക്കാം. അതത്ര മാത്രമേ ഉള്ളൂ. പിന്നെ CP - CV = R എന്ന് പറയുന്ന ഡെറിവേഷൻ പറ്റുവാണെങ്കിൽ നോക്കിയിട്ട് പോവാം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ എന്ന് പറയുന്നത്. മക്കളെ നിങ്ങൾ എല്ലാവരും പഠിക്കുക. ഇനി ഈ ഡെറിവേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ വരുന്ന ലൈവുകളൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക, സൈലത്തിന് ട്രസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ചിരുന്ന് ഈ ക്രിസ്മസ് എക്സാമിനേഷന് ഫിസിക്സിൽ ഫുൾ മാർക്ക് അടിച്ചെടുക്കാം മക്കളെ. ഒരു ടെൻഷനും വേണ്ട, ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ.